നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറ്റും. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വയനാട്ടിൽ ദുരന്തബാധിതർക്കുള്ള വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയെന്ന വിവാദത്തിൽ മന്ത്രി കെ രാജനെതിരെ ചാണ്ടി ഉമ്മൻ. കെട്ടിട നിർമ്മാണത്തിന് തൃശൂർക്കാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്ന് പരിഹാസം. കൊടകര കടമ്പോട് ഉറക്കത്തിനിടെ പാമ്പ് കടിയേറ്റ സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. 7 വയസ്സുകാരൻ ആൽജോയാണ് മരിച്ചത്. സഹോദരൻ അനോഷിന്റെ നില ഗുരുതരം. മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി. 76 വയസ്സുള്ള ഇന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം പുലി ഭക്ഷിച്ച നിലയിൽ. ദേശീയപാത ചാലക്കുടിയിലെ പാലം അടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലത്തിന്റെ ബെയറിംഗുകൾ മാറ്റുന്ന നടപടികൾ തുടരുന്നു. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർ മരിച്ചു. ചേപ്പലക്കോട് സ്വദേശി ബെന്നിയാണ് മരിച്ചത്. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരത്തിന് തിങ്കളാഴ്ച കൊടിയേറ്റ്. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. തിരുവമ്പാടി ക്ഷേത്രത്തിൽ രാവിലെ 11-നും 11:30-നും ഇടയ്ക്കാണ് കൊടിയേറ്റം. പൂജിച്ച കൊടിക്കൂറ കൊടിമരത്തിൽ കെട്ടി ദേശക്കാർ ചേർന്ന് ഉയർത്തുന്നതാണ് ചടങ്ങ്. ഒരു ആനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പ് ഷൊർണൂർ റോഡ് വഴി നായ്ക്കനാലിലെത്തും. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റും. പിന്നാലെ നായ്ക്കനാലിൽ വെച്ചുപിടിപ്പിച്ച ചെറിയ ആൽമരത്തിലും നടുവിലാലിലും തിരുവമ്പാടിയുടെ പൂരപ്പതാകകൾ ഉയരും. ശ്രീകൃഷ്ണന്റെയും ഭഗവതിയുടെയും സാന്നിധ്യം സൂചിപ്പിക്കുന്ന നീല നിറത്തിലും മഞ്ഞ നിറത്തിലുമുള്ള കൊടികളാണ് ഉയർത്തുക. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നാളെ രാവിലെ 11:30-നാണ് പൂരം കൊടിയേറ്റ്. രാവിലെ 11-ന് നടക്കുന്ന വലിയ പാണിക്ക് ശേഷം പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവതിയെ സാക്ഷിയാക്കി ദേശക്കാർ കൊടിയുയർത്തും. ചെമ്പിൽ കുട്ടനാശാരി നിർമ്മിച്ച കവിങ്ങിൻ കൊടിമരം ആൽ, മാവിലകളും ദർഭപ്പുല്ലും ഉപയോഗിച്ചും അലങ്കരിക്കും. തുടർന്ന് സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടിയാണ് കൊടിമരം ഉയർത്തുക. ഇതിനുശേഷം ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള മഞ്ഞക്കൊടികൾ ഉയർത്തും. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റും. തുടർന്ന് 5 ആനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്. ശേഷം വടക്കുംനാഥ ക്ഷേത്രത്തിലെ ചന്ദ്രപുഷ്കർണി തീർത്ഥക്കുളത്തിൽ ആറാട്ടും നടക്കും. ഘടകക്ഷേത്രങ്ങളിലും രാവിലെയും വൈകിട്ടുമായി പൂരം കൊടിയേറും. ഞായറാഴ്ചയാണ് തൃശൂർ പൂരം. TCV തൃശൂർ. കൊടിയേറ്റത്തിന് തയ്യാറെടുത്ത് പൂരനഗരി. തിരുവമ്പാടി ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമര ഒരുക്കങ്ങൾ തുടങ്ങി. പതിറ്റാണ്ടുകളായി തിരുവമ്പാടിയുടെ പൂരം കൊടിയേറ്റത്തിനുള്ള കൊടിമരക്കവുങ്ങ് കണ്ടെത്തി മുറിച്ചെടുക്കുന്നത് തട്ടകത്തെ ചിറ്റിലങ്ങാട്ട് തറവാട്ടിൽ നിന്നാണ്. പതിവ് പോലെ ഇക്കുറിയും ഇതേ തറവാട്ട് പറമ്പിൽ നിന്നാണ് കൊടിമരക്കവുങ്ങ് മുറിച്ചത്. പാരമ്പര്യ തനിമ വിളിച്ചോതുന്ന ചടങ്ങുകളോടെയായിരുന്നു കൊടിമരക്കവുങ്ങ് മുറിക്കലും. ലക്ഷണമൊത്ത കവുങ്ങ് കണ്ടെത്തി പൂജിച്ച് തറവാട്ടംഗത്തോട് അനുവാദവും ചോദിച്ചാണ് കവുങ്ങ് മുറിച്ചത്. ഇത് നിലം തൊടാതെ താഴെയിറക്കി സുരക്ഷിതമായി താങ്ങി പിന്നീട് പാട്ടുറായ്ക്കലിൽ നിന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ തട്ടകക്കാർ ചേർന്ന് സ്വീകരിച്ചാനയിച്ചാണ് ക്ഷേത്രത്തിലെത്തിച്ചത്. ആർപ്പു വിളികളോടെയാണ് ദേശക്കാരും ഭക്തരും കൊടിമരക്കവുങ്ങിനെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചത്. പാരമ്പര്യാവകാശികളാണ് കവുങ്ങ് കൊടിമരത്തിനായി ഒരുക്കുന്നത്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, T ശശിധരൻ, മോഹനകുമാർ ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. TCV തൃശൂർ. വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ വിള്ളൽ പരിശോധന നടത്തിയ മന്ത്രി കെ രാജനെ പരിഹസിച്ച് ചാണ്ടി ഉമ്മൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെട്ടിട നിർമ്മാണത്തിന് തൃശൂർക്കാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്ന് ചാണ്ടി ഉമ്മൻ പരിഹസിച്ചു. ഒരാളെങ്കിലും മന്ത്രിയും തമ്മിലുള്ള ഒത്തുകളിയാണ് കണ്ടത്. UDF സർക്കാർ വന്നാൽ ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം നടത്തുമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. നമ്മളെന്ത് പറയാനാ, നമുക്ക് പുതിയൊരു മന്ത്രിയല്ലേ, പുതിയൊരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയെന്ന് ഞങ്ങൾക്കെല്ലാം തോന്നുന്നു. കാരണം കൃത്യമായി വീടിന്റെ പ്രശ്നങ്ങൾ, അതിന് യാതൊരു വിള്ളലും ഇല്ല എന്ന് രേഖപ്പെടുത്താൻ പറ്റിയ കൃത്യമായ ഒരു തൃശ്ശൂരുകാരനായ ഒരാളെ കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളാരും പറയണ്ട, ആ വീട്ടുകാരൻ എന്ത് പറഞ്ഞു നമ്മളെല്ലാം കണ്ടയാ. ഞങ്ങളാരും പറഞ്ഞതല്ല, ആ വീട്ടുകാരൻ പറഞ്ഞു ഇവിടെ വിള്ളലുണ്ട്. അത് ഊരാലുങ്കലിന്റെ ആൾക്കാർ വന്ന് മാർക്ക് ചെയ്തതാണ്. അപ്പൊ ഇത് ഇവർ തമ്മിൽ നേരത്തെ ഒത്തിട്ടുള്ള പരിപാടിയാ. ഏതാ ഇത് മാർക്ക് ചെയ്ത് വെക്കുമെന്ന് നേരത്തെ പറഞ്ഞു വെച്ചു.
മാർക്ക് ചെയ്ത് വെച്ചു, എന്നിട്ട് വന്ന് വായിച്ചു കളഞ്ഞു. അതല്ലേ യാഥാർത്ഥ്യം. ഇതിനിപ്പം വീട്ടുകാർ പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു, ഞങ്ങളാരും പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കാണാത്ത കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ വീട്ടുകാരെ പറഞ്ഞ് ഞാൻ കേട്ടു. അങ്ങാടി തോറ്റതിന് അത്രേ ഉള്ളൂ. കാരണം സത്യം പറയുന്ന ആരാണെങ്കിലും ഇവിടെ ചിലര് അങ്ങനെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു കാലമാണല്ലോ ഇത്. സഹിഷ്ണുത ഉണ്ടാവണം. അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, വലിയൊരു ദുരന്തത്തിൽ നിന്ന് കേരളം കരയേറി വന്നു എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു പുതിയ ദുരന്തമായിട്ട് ഞാൻ കരുതുക. കാരണം അതുകൊണ്ട് സത്യം മറച്ചു വെക്കുവാൻ എത്ര സൈബർ ആക്രമണം നടത്തിയിട്ടും കാര്യമില്ല. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകാൻ പോവുകയാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി പറയുന്നയാൾ മുഖ്യമന്ത്രിയാകുമെന്നും ചാണ്ടി ഉമ്മൻ തൃശൂരിൽ പ്രതികരിച്ചു. കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ശേഷം ഉണ്ടാകാൻ പോവുകയാണ്. ഉണ്ടായിരിക്കും. മെയ് 4 ഞങ്ങളുടെ സർക്കാർ ഇവിടെ അധികാരത്തിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടാകും. മെയ് 5-നോ 6-നോ അടുത്ത മുഖ്യമന്ത്രി അധികാരമേക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമില്ല. അത് ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി ആരെ തീരുമാനിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും. കോടാലി കടമ്പോട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന സഹോദരങ്ങളായ കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റു. ഒരാൾ മരിച്ചു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുന്നു. സഹോദരൻ 10 വയസ്സുകാരനായ അനോഷ് ഗുരുതരാവസ്ഥയിലാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് വീടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന 2 കുട്ടികൾക്ക് പാമ്പ് കടിയേറ്റത്. ശനിയാഴ്ച വൈകിട്ട് ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച ശേഷമാണ് സിൽജോയും ഭാര്യയും മക്കളും വീട്ടിലെത്തി ഉറങ്ങാൻ കിടന്നത്. പുലർച്ചെ 2 മണിയോടെ ഇളയ കുട്ടി ആൽജോ വയറ്റിൽ അസ്വസ്ഥത അനുഭവപ്പെടുന്നതായി പറഞ്ഞതിനെ തുടർന്ന് ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാൻ കൊടുത്തിരുന്നതായി പറയുന്നു. പുലർച്ചെ 5ഓടെ 2 കുട്ടികളെയും അവശനിലയിൽ കണ്ടതിനെ തുടർന്ന് മാതാപിതാക്കൾ കോടാലിയിലുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇതിനോടകം അങ്ങേയറ്റം അവശതയിലായ ഇരുവരെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആംബുലൻസിൽ ചാലക്കുടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൽജോ മരിച്ചിരുന്നു. ആൽജോയുടെ ശരീരത്തിന് പുറകിലായി പാമ്പിന്റെ കടിയേറ്റ പാടുകൾ കണ്ടെത്തി. അനോഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. അനോഷിന്റെ ശരീരത്തിലും പാമ്പിന്റെ കടിയേറ്റ പാടുകൾ കാണപ്പെട്ടു. തലേന്ന് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കുട്ടികൾക്ക് വിഷബാധയേറ്റതാണെന്നാണ് ആദ്യം മാതാപിതാക്കൾ അടക്കമുള്ളവർ കരുതിയത്. എന്നാൽ ഡോക്ടർമാർ ഇത് ഭക്ഷ്യവിഷബാധയല്ലെന്നും പാമ്പ് കടിയേറ്റതാകാനാണ് സാധ്യതയെന്നും സൂചന നൽകിയതിനെ തുടർന്ന് രാവിലെ 8:30യോടെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് കുട്ടികൾ ഉറങ്ങിയിരുന്ന മുറിയിൽ പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടിൻപുറങ്ങളിൽ വെള്ളിക്കെട്ടനെന്ന് വിളിപ്പേരുള്ള വിഷപ്പാമ്പിന്റെ കുഞ്ഞിനെയാണ് കണ്ടെത്തിയത്. തൃശൂരിൽ നിന്ന് ഫോറൻസിക് സയന്റിഫിക് അസിസ്റ്റന്റ് സംഘവും എത്തി വീടിനുള്ളിൽ പരിശോധന നടത്തി. വെള്ളിക്കുളങ്ങര പോലീസും വനപാലകരും റവന്യൂ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. ആൽജോയുടെ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം തിങ്കളാഴ്ച നടക്കും. TCV കൊടകര. തൃശൂർ മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ച് കൊലപ്പെടുത്തി. വാൽപ്പാറ ലയത്തിൽ താമസിക്കുന്ന 76 വയസ്സുള്ള ഇന്നാസി അമ്മാളാണ് കൊല്ലപ്പെട്ടത്. ഷോളയാർ ഡാമിന് സമീപത്തെ വീടിനടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭൂരിഭാഗവും പുലി ഭക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. ഷോളയാർ ഡാമിന് സമീപം മകനൊപ്പമാണ് ഇവർ താമസിച്ചിരുന്നത്. ശനിയാഴ്ച വൈകിട്ട് മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. ജോലി കഴിഞ്ഞ് മകൻ വീട്ടിലെത്തിയപ്പോഴാണ് കാണാനില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെടുന്നത്. പരിസര പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. തുടർന്ന് ഞായറാഴ്ച രാവിലെ വീടിന് സമീപത്തെ കാനയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പുലിയുടെ ആക്രമണത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചു. കേരള തമിഴ്നാട് അതിർത്തിയിലെ ചെക്ക് പോസ്റ്റിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള തോട്ടം മേഖലയിലാണ് സംഭവം നടന്നത്. പുലി, കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ പ്രദേശത്ത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇടവേള. ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ സന്ദേശം. ഭക്ഷ്യ ഉത്പാദനം, സംഭരണം, വിതരണം, വിൽപ്പന തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാ ഭക്ഷ്യ വ്യാപാര സ്ഥാപനങ്ങളും നിർബന്ധമായും FSSAI രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് കരസ്ഥമാക്കണം. പൊതുജനങ്ങൾ ഉത്സവങ്ങൾ, മേളകൾ സന്ദർശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കൃത്രിമ നിറങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചോക്കുമിഠായി, പഞ്ഞിമിഠായി, ലോലിപോപ്പ് എന്നിവ ഒഴിവാക്കുക. എണ്ണയിൽ തയ്യാറാക്കിയ പലഹാരങ്ങൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞു വാങ്ങുന്നത് ഒഴിവാക്കുക. സുരക്ഷിതമായി ആഘോഷിക്കൂ. സുരക്ഷിതമായ ഭക്ഷണം തിരഞ്ഞെടുക്കൂ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, തൃശൂർ. ഹായ്, ടിലിപ്സിൽ ഇപ്പോൾ സമ്മർ സ്പെഷ്യൽ ഓഫർ. ടിലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ. കൂടാതെ പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്താലും ടീറ്റ് ആൻഡ് പാക്ക് ഫ്രീ ആണ്. അത് മാത്രമല്ല, ടിലിപ്സിൽ സ്കിന്നിനും ഹെയറിനും വേറെയും ഓഫറുകളുണ്ട്. ഈ സമ്മറിൽ നിങ്ങളുടെ സ്കിന്നിന് കൂടുതൽ കെയർ നൽകൂ ടിലിപ്സിൽ നിന്ന്. Tulips, every beauty solution under a single umbrella. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center.
ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിനഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം, ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക്. ബെയറിംഗ് മാറ്റുന്ന അടക്കമുള്ള അറ്റകുറ്റപ്പണികൾക്കായി ദേശീയപാതയിലെ ചാലക്കുടി പാലം അടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പുഴയ്ക്ക് കുറുകെയുള്ള എറണാകുളം തൃശൂർ ദിശയിലെ പഴയ പാലം 6 ദിവസത്തേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി അടച്ചിട്ടത്. ഇതുവഴിയുള്ള വാഹനങ്ങൾ കിഴക്ക് ദിശയിലെ പാലത്തിലൂടെയാണ് കടത്തിവിടുന്നത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ഇടവഴികളിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിടുന്നുമുണ്ട്. 6 മാസത്തിൽ ഒരിക്കൽ നടത്തുന്ന പരിശോധനയിലാണ് പഴയ പാലത്തിന്റെ ബാരിങ്ങുകൾ കേടുവന്നതായി കണ്ടെത്തിയത്. 32 ബാരിങ്ങുകൾ മാറ്റി പുതിയവ ഘടിപ്പിക്കും. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർക്ക് ദാരുണാന്ത്യം. ചേപ്പലക്കൂട് സ്വദേശി വല്ലത്തൂരാൻ വീട്ടിൽ 55 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. വടക്കാഞ്ചേരിയിലെ ആരാധനാലയത്തിലേക്ക് കുടുംബത്തോടൊപ്പം പോകുന്നതിനിടെ മങ്കര ലക്ഷം വീട് പരിസരത്ത് പാതയോരത്തെ വൈദ്യുതി തൂണിലിടിച്ച് ഓട്ടോറിക്ഷ മറയുകയായിരുന്നു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ബെന്നിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. വാഹനത്തിലുണ്ടായിരുന്ന ബെന്നിയുടെ ഭാര്യയും കുട്ടികളും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത കയ്പമംഗലത്ത് കാറിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കയ്പമംഗലം സ്വദേശി 52 വയസ്സുള്ള തിണ്ടിക്കൽ ഹുസൈനാണ് മരിച്ചത്. ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കണ്ണൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാരോപിച്ച് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിനെതിരെയാണ് പരാതി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രചരണം നടത്തിയെന്ന് പരാതിയിൽ ആരോപിക്കുന്നു. പ്രധാനമന്ത്രി തന്റെ ഔദ്യോഗിക പ്രസംഗം രാഷ്ട്രീയ ലാഭത്തിനായി ദുരുപയോഗം ചെയ്തുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വിഷയത്തിൽ CPI നേതാവ് P. സന്തോഷ് കുമാർ MP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. വാൽപ്പാറ അപകടത്തിൽ പരിക്കേറ്റ് 4 പേരും ചികിത്സയിൽ തുടരുന്നു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നൌഷാദ് അലി, മുഹമ്മദ് ഫായിസ് എന്നിവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല. ഇരുവരും നിരീക്ഷണത്തിലാണെന്നും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുകയുമാണെന്ന് അധികൃതർ അറിയിച്ചു. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിലുള്ള സഹദീൻ മുഹമ്മദിനെ വാർഡിലേക്ക് മാറ്റി. അതേസമയം പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള മസ്നിനെ വാർഡിലേക്ക് മാറ്റി. മസ്നിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അന്തർസംസ്ഥാന മോഷണ സംഘത്തെ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി സ്വദേശി ജയകുമാർ, നാഗർകോവിൽ സ്വദേശി സെൽവൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ പ്രതികൾ 20ഓളം കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. അയ്യന്തോൾ ജില്ലാ കോടതി പരിസരത്തുനിന്നും അഭിഭാഷകരുടെ 4.5 പവന്റെ മാലയും പീച്ചിയിൽ നിന്ന് കാർ തട്ടിയ കേസിലും ഇരുവരും പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു. പാഞ്ചജന്യം ഹിന്ദു ജാഗരൺ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൃശൂർ പൂരം ഹിന്ദു മഹാസംഗമം നടന്നു. തൃശൂർ നീരാഞ്ജലി ഹാളിൽ നടന്ന ഹിന്ദു മഹാസംഗമം പ്രൊഫസർ B. മധുസൂദനൻ നായർ ഉദ്ഘാടനം ചെയ്തു. 2ാമത് ഹിന്ദു മഹാസംഗമത്തിന്റെ ഭാഗമായി സന്യാസി സമൂഹത്തിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് പാറമേക്കാവിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര നീരാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു. തുടർന്ന് അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ സർവൈശ്വര്യ പൂജ നടന്നു. തുടർന്ന് സന്യാസി സംഗമം, യതിപൂജ, മാതൃപൂജ, ഗുരുവന്ദനം, പൂരവിചാരം എന്നിവയും നടന്നു.
ഇനി തൃശൂർ പൂരം വിശേഷങ്ങളാണ്. പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ, വളർച്ചയുടെ, സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. തൃശൂർ പൂരത്തിന് കൊടിയേറാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കൊടിമരവും കൊടിക്കൂറയും തയ്യാറാക്കുന്ന അവസാനവട്ട തിരക്കിലാണ് ആശാരിമാരും പാരമ്പര്യ അവകാശികളും. തൃശൂർ പൂരത്തിന്റെ ശില്പിയായ ശക്തൻ തമ്പുരാൻ ചിട്ടപ്പെടുത്തിയതനുസരിച്ചാണ് കൊടിമരവും കൊടിക്കൂറയുമെല്ലാം ഇന്നും തയ്യാറാക്കി വരുന്നത്. തിരുവമ്പാടിക്ക് വേണ്ടി കാലങ്ങളായി കൊടിമരം തയ്യാറാക്കുന്നത് കാനാട്ടുകര താഴത്തുപുരയ്ക്കൽ പരേതനായ രാവുണ്ണി ആശാരിയുടെ പിന്മുറക്കാരാണ്. രാവുണ്ണി ആശാരിയുടെ മരണശേഷം അനന്തരാവകാശികളായ സുന്ദരനും സുജിത്തുമാണ് പാരമ്പര്യം നിലനിർത്തുന്നത്. പാറമേക്കാവിനു വേണ്ടി പരമ്പരാഗതമായി കൊടിമരം തയ്യാറാക്കി വരുന്നത് പറവട്ടാനി സ്വദേശി പരേതനായ ചെമ്പിൽ നീലകണ്ഠൻ ആശാരിയുടെ പിന്മുറക്കാരാണ്. അച്ഛന്റെ മരണശേഷം മക്കളായ കുട്ടനും കണ്ണനും ഇവരുടെ മക്കളായ അജിത്തും കൃഷ്ണനും ചേർന്നാണ് പാരമ്പര്യം നിലനിർത്തുന്നത്. ആശാരിമാർ 2 ആഴ്ചയോളം വ്രതമെടുത്താണ് കൊടിമരം തയ്യാറാക്കുക. തയ്യാറാക്കിയ കൊടിമരത്തിൽ ആലിലയും മാവിലയും ദർഭപ്പുല്ലും കെട്ടി അലങ്കരിച്ച് ദേശക്കാർക്ക് കൈമാറും. പൂർവികരുടെ പാരമ്പര്യം മുടക്കമില്ലാതെ തുടരാനാകുന്നതിൽ സന്തോഷമുണ്ടെന്നും ഇത് ഭാഗ്യമായി കരുതുന്നുവെന്നും ചെമ്പിൽ കുട്ടനാശാരിയും താഴത്തുപുരയ്ക്കൽ സുന്ദരനാശാരിയും പറയുന്നു. പാരമ്പര്യമായി കിട്ടിയ അവകാശം ശക്തന്റെ കാലത്ത് കിട്ടിയിട്ടുള്ള അവകാശമാണ്. തുടർന്ന് കാരണന്മാരായി ഇതായി കിട്ടിയിട്ടുള്ള അച്ഛൻ 60 വർഷം ചെയ്തു. അതിനുശേഷം അച്ഛൻ്റെ മരണശേഷം മകനായ സുന്ദരൻ 15 വർഷം. സുന്ദരനും മകനും കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 15 വർഷത്തോളം ചെയ്തു പോയിരുന്നു. പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി കൊടിമരം തയ്യാറാക്കുന്നത് ചെമ്പിൽ നീലകണ്ഠനാശാരിയുടെ മക്കളായ കുട്ടനും കണ്ണനും കൂടി ചേർന്നാണ് തയ്യാറാക്കുന്നത്. ഇത് 14 ദിവസത്തെ നോയമ്പെടുത്ത് ആണ് ഞങ്ങളിത് ചെയ്യാറുള്ളത്. പിന്നെ ഇത് ഞങ്ങൾക്ക് ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു അവകാശം കൂടിയാണ്. അച്ഛനായി കൊണ്ട് നടന്നിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അത് ഞങ്ങൾ അച്ഛന് ശേഷം ഞങ്ങൾ പിന്തുടർന്ന് കൊണ്ടുപോകുന്നു. തിരുവമ്പാടിക്ക് വേണ്ടി പതിറ്റാണ്ടുകളായി കൊടിക്കൂറ തയ്യാറാക്കുന്നത് കുട്ടൻകുളങ്ങര സ്വദേശി ആദർക്കോട് സുന്ദരേശൻ നായരും മകൻ സുജിത്തും കുടുംബാംഗങ്ങളും ചേർന്നാണ്. ദേവസ്വത്തിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ തവണ മുതൽ കൊടിയുടെ നീളത്തിലും വീതിയിലും കുറച്ച് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. 80 ഇഞ്ച് നീളവും 14 ഇഞ്ച് വീതിയുമുള്ള സപ്തവർണ്ണ കൊടിയാണ് നിർമ്മിക്കുന്നത്. പാറമേക്കാവിനു വേണ്ടി ഏതാനും വർഷങ്ങളായി കൊടിക്കൂറ നിർമ്മിക്കുന്നത് അന്തിക്കാട് പടിയം സ്വദേശി മാമ്പുള്ളി വേണുഗോപാലും സഹോദരിമാരായ ഇന്ദിര, കോമള, സതി, ഷീജ, ഇന്ദിരയുടെ മകൾ അഞ്ജലി എന്നിവർ ചേർന്നാണ്. ഒരു വശത്ത് സിംഹമുദ്രയും മറുവശത്ത് നീല ചന്ദ്രക്കലയും ആലേഖനം ചെയ്ത 86 ഇഞ്ച് നീളവും 18 ഇഞ്ച് വീതിയുമുള്ള സപ്തവർണ്ണ കൊടിയാണ് പാറമേക്കാവിനു വേണ്ടി നിർമ്മിക്കുന്നത്. 7 വർഷത്തോളമായി ഭഗവതിക്ക് വേണ്ടി കൊടിക്കൂറ നിർമ്മിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് വേണുഗോപാലും പാരമ്പര്യം തുടർന്നുകൊണ്ടു പോകാനാകുന്നതിൽ ഈശ്വര കടാക്ഷമുണ്ടെന്ന് സുജിത്തും പറയുന്നു. അച്ഛൻ്റെ കാലം തൊട്ട് ചെയ്തു തുടങ്ങിയ വർക്കാണ്. ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു. അതന്നെ ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് ഇത്രയും കാലം ചെയ്യാൻ കഴിഞ്ഞത്. ഒരു ആഴ്ചയിലത്തെ വ്രതം എടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സപ്തവർണ്ണത്തിലുള്ള കൊടിക്കൂറയാണ് എല്ലാ വർഷവും തയ്യാറാക്കുന്നത്. ഇപ്പം ഞാൻ തന്നെയാണ് പാറമേക്കാവ് ഭഗവതിയുടെ കൊടിയേറ്റത്തിലുള്ള കൊടികൾ തയ്യാറാക്കുന്നത്. ഇതൊരു സപ്തവർണ്ണ കൊടിയാണിത്. പിന്നെ അത് 7 വർഷമായിട്ട് ഇതിപ്പോൾ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഭഗവതിയെ കടാക്ഷിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഭഗവതി കടാക്ഷം കൊണ്ടാണ് ഞാൻ 7 വർഷമായിട്ട് ഇവിടെ കൊടികൾ തയ്യാറാക്കുന്നത്. TCV തൃശൂർ. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ജില്ലയുടെ സ്വന്തം ചാനലായ TCVയുടെ സിഗ്നേച്ചർ ഫിലിം ഒരുങ്ങി.
കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള പൂരത്തിന്റെ ഓരോ ചടങ്ങും തനിമ ചോരാതെ TCVയിലൂടെ തത്സമയം ലോകത്തിന്റെ ഏത് കോണിലിരുന്നും കണ്ടാസ്വദിക്കാനാകുമെന്നതാണ് സിഗ്നേച്ചർ ഫിലിമിന്റെ ഇതിവൃത്തം. 55 സെക്കൻഡ് ദൈർഘ്യമുള്ള സിഗ്നേച്ചർ ഫിലിമിന്റെ ആശയവും സംവിധാനവും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് നിരവധി ഷോർട്ട് ഫിലിമുകളും സിഗ്നേച്ചർ ഫിലിമുകളും ചെയ്തിട്ടുള്ള TCV സീനിയർ ക്യാമറമാൻ സിബി പോട്ടോരാണ്. മനുമായ, സ്മിത ജന്നറ്റ്, മാസ്റ്റർ ജഗൻ ശ്യാംലാൽ, സുനിൽ ചെറുശ്ശേരി, സംയുക്ത, ഷിബു ലാസർ എന്നിവരാണ് ഇതിലെ അഭിനേതാക്കൾ. ക്യാമറ വിജേഷ് നാഥ് മരത്തങ്കോടും ഡിസൈനിംഗ് അനു ആനന്ദും നിർവഹിച്ചിരിക്കുന്നു. പൂരങ്ങളുടെ പൂരം ഏപ്രിൽ 26-ന്. കൊടിയേറ്റം മുതൽ ഉപചാരം ചൊല്ലൽ വരെയുള്ള മുഴുവൻ പൂര ചടങ്ങുകളും TCVയിൽ തത്സമയം. പൂരമാസ്വദിക്കൂ, പൂരത്തിന്റെ മനസ്സറിഞ്ഞ TCVക്കൊപ്പം. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം, അങ്കമാലി. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കൽപ്പക വെഡിംഗ് കുന്നംകുളം. കുന്നംകുളത്തിന്റെ ഏറ്റവും വലിയ വസ്ത്രവിസ്മയം ഏറ്റവും കുറഞ്ഞ വിലകളിൽ. പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഓൾ കേരള. നിക്ഷേപങ്ങൾക്ക് കരുതലായി ഞങ്ങളുണ്ട്. 3 പതിറ്റാണ്ടിന്റെ വിശ്വാസ്യത. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ ആൻഡ് തൃപ്രയാർ. ഹാപ്പി മാരേജിന് ഹാപ്പിയായി സ്വർണ്ണമണിയാം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാട്, കർണാടക. വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. കോ സ്പോൺസേഡ് ബൈ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറി, പള്ളിക്കുളം റോഡ്, തൃശൂർ. സ്നേഹം പോലെ പരിശുദ്ധം. ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഡോക്ടേഴ്സ് നീറ്റ് കോച്ചിംഗ് പ്ലാറ്റ്ഫോം. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. ജോൺസ് ഹോണ്ട, ആലപ്പുഴ, തൃശൂർ. എറൈസ് ഡയബറ്റീസ് ആൻഡ് ഫുഡ് കെയർ. സുരക്ഷിതമായ കാലുകൾ, സന്തോഷമുള്ള ജീവിതം. KSFE, ഈ നാടിന്റെ ധൈര്യം. KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. എജു യൂണിവേഴ്സ്, 35 രാജ്യങ്ങളിലെ സ്കോളർഷിപ്പോട് കൂടിയ പഠനം. ട്യൂലിപ്സ് ബ്യൂട്ടി സലൂൺ, എവരി ബ്യൂട്ടി സൊല്യൂഷൻസ് അണ്ടർ എ സിംഗിൾ അംബ്രല്ല. വിക്ടറി ITI. അഡ്മിഷൻ തുടരുന്നു. തൃശൂർ, ഇരിങ്ങാലക്കുട, എടപ്പാൾ. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ. അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം. ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ഗുരുവായൂർ ദേവസ്വം കീഴടമായ നെന്മനി ബലരാമ ക്ഷേത്രത്തിൽ ബലരാമ ജയന്തിയും അക്ഷയ തൃതീയയും ഭക്തി നിർഭരമായി ആഘോഷിച്ചു. തന്ത്രിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. 3 ഗജവീരന്മാർ അണിനിരുന്ന കാഴ്ചശിവരി ഭക്തർക്ക് ദൃശ്യവിരുന്നായി. വിഭവസമൃദ്ധമായ ജന്മദിന സദ്യയിൽ പങ്കെടുക്കാൻ നൂറുകണക്കിന് ഭക്തർ എത്തിച്ചേർന്നു. ആൽത്തറമേളം അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് ബലരാമ ക്ഷേത്രത്തിലേക്കുള്ള ഗുരുവായൂരപ്പന്റെ എഴുന്നള്ളിപ്പ് ഘോഷയാത്രയായ ദേവ സഹോദര സംഗമം ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായിരുന്നു. ദേവസംഗമ സന്നിധിയിൽ ഭക്തർ നിറവറകൾ സമർപ്പിച്ചു. രാത്രി വർണ്ണമഴയും ഇടക്കയുടെയും നാഗസ്വരത്തിന്റെയും അകമ്പടിയോടെ വിശേഷാൽ ചുറ്റുവിളക്കും നടന്നു. ക്ഷേത്ര ക്ഷേമസമിതി ഭാരവാഹികളായ P. പുരുഷോത്തമ പണിക്കർ, AV പ്രശാന്ത്, K. ശ്രീകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
പ്രശസ്ത അഷ്ടപതി സോപാന ഗായകൻ ഊരവന രാജേന്ദ്ര മാരാർക്ക് ഗുരുവായൂർ ദേവസ്വത്തിന്റെ അഷ്ടപതി പുരസ്കാരം സമ്മാനിച്ചു. സാംസ്കാരിക സമ്മേളനത്തിൽ പത്മശ്രീ ഡോക്ടർ കെ ഓമനക്കുട്ടിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. 25,001 രൂപയും ശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ചടങ്ങിൽ അധ്യക്ഷനായി. പുരസ്കാര നിർണയ സമിതി അംഗം പ്രൊഫസർ വൈക്കം വേണുഗോപാൽ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ MU ഷിനിജ, C മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ദേവാലയ ദീപാലങ്കാരത്തിൽ വിസ്മയ കാഴ്ചയൊരുക്കാൻ അണിയറയിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. 3 ലക്ഷത്തോളം LED ഫിക്സൽ ബൾബുകളാണ് ദേവാലയ ദീപാലങ്കാരത്തിനായി ഉപയോഗിക്കുന്നത്. ഷാർപ്പുകളും LED ബാർലൈറ്റുകളും ദേവാലയ ദീപാലങ്കാരത്തിന് ചാരുതയേകാനുണ്ടാകും. AI ഡിജിറ്റൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ശതോത്തര സുവർണ ജൂബിലി വർഷത്തിൽ തിരുനാളിനെത്തുന്ന തീർത്ഥാടകർക്ക് ദീപക്കാഴ്ച ഒരുക്കുന്നതെന്ന് തിരുനാൾ ദീപാലങ്കാര കമ്മിറ്റി കൺവീനർ CJ വിൻസെന്റ് പറഞ്ഞു. ഔസേപിതാവിന്റെ 150-ാം തിരുനാള് ശതോത്തര ജൂബിലി ആഘോഷം വളരെ മനോഹരമായിട്ടാണ് ഈ പ്രാവശ്യം ആഘോഷിക്കുന്നത്. അതിന്റെ ഏറ്റവും വർണ്ണക്കാഴ്ച ഒരുക്കുന്നത് ദീപകാഴ്ചയാണ്. ഈ ദീപകാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് AI സംവിധാനവും അതുപോലെ തന്നെ ഡിജിറ്റൽ സംവിധാനവും ഒരുക്കിയിരിക്കുന്നു. ഇതിൽ നമ്മൾ ഏകദേശം 3 ലക്ഷത്തോളം പിക്സൽ ബൾബുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇത് സംവിധാനം ചെയ്ത് ഒരുക്കുന്നത് CJ ലൈറ്റ് ആൻഡ് സൗണ്ട് ആണ്. വളരെ മനോഹരമായ രീതിയിൽ ദീപക്കാഴ്ചകൾ ഒരുക്കുന്നതും അവയെ കാണാൻ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ജെൻസൺ ചുങ്കത്തിന്റെയും ജിനീഷ് ചുങ്കത്തിന്റെയും നേതൃത്വത്തിലുള്ള പാവർട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ആണ് സ്പെഷ്യൽ ഇഫക്റ്റോടുകൂടി ഇത്തവണയും ദേവാലയ ദീപാലങ്കാരം ഒരുക്കുന്നത്. 1.5 മാസത്തിലേറെ 20ഓളം തൊഴിലാളികൾ രാത്രിയും പകലും കഠിനാധ്വാനം ചെയ്താണ് വർണ്ണമനോഹരമായ ദേവാലയ ദീപാലങ്കാരത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നത്. ദീപാലങ്കാര ജോയിന്റ് കൺവീനർ MP ഷാജൻ, ട്രഷറർ സെബി ജോസ്, പ്രീജോ ജോണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാത്രി 8-ന് പാവർട്ടി സെന്റ് തോമസ് ആശ്രമാധിപൻ ഫാദർ ജോസഫ് ആലപ്പാട്ട് ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നിർവഹിക്കും. 24, 25, 26 തീയതികളിലാണ് പാവറട്ടി തിരുനാൾ. TCV ന്യൂസ്, പാവറട്ടി. തൃശൂർ പൂരം എക്സിബിഷനിൽ ലഹരിമുക്ത ഭവനം സന്ദേശവുമായി എക്സൈസ് വകുപ്പിന്റെ വിമുക്തി പൌലിയൻ ആരംഭിച്ചു. പൌലിയന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ CK സജികുമാർ നിർവഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വിനീത് രവി, തൃശൂർ പൂരം എക്സിബിഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജയചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ്, ട്രഷറർ അരുൺ, കമ്മിറ്റി അംഗം M ഉണ്ണി, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PV ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കവിതയുടെ ഉച്ചവെയിൽ എന്ന പേരിൽ പ്രഭാഷണ സംവാദ പരിപാടി സംഘടിപ്പിച്ചു. ചേരൂർ സാഹിതിയിൽ നടന്ന പരിപാടി കവി രവിശങ്കർ ഉദ്ഘാടനം ചെയ്തു. കവി അനിൽകുമാർ കോലഴി മോഡറേറ്ററായി. സാഹിത്യകാരന്മാരായ ബാലകൃഷ്ണൻ അഞ്ചത്ത്, ശ്രീനന്ദിനി സജീവ്, ഡോക്ടർ PK രാജേന്ദ്രൻ, അനുജ മോഹനൻ, ബേബി പേനകം എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർമാരായ AP നാരായണൻകുട്ടി, ഗീത കൈപ്പറമ്പ് എന്നിവർ നേതൃത്വം നൽകി. പൂരവിളംബരത്തിന്റെ ഭാഗമായി എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ സംഘടിപ്പിച്ച കൂട്ടയോട്ടം പൂരപ്രേമികൾക്കും നഗരവാസികൾക്കും വേറിട്ട അനുഭവമായി. പൂരപങ്കാളികളായ ഘടകക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ഓട്ടം തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങൾക്ക് മുൻപിലൂടെ സ്വരാജ് റൌണ്ടിൽ സംഗമിച്ച് തെക്കേ ഗോപുരനടയിൽ സമാപിച്ചു. ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് A പ്രസാദ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ആക്സ് പറപ്പൂർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ 11ാമത് യൂണിറ്റ് എടക്കളത്തൂർ തെക്കുമുറിയിൽ രൂപീകരിച്ചു. പുതിയ യൂണിറ്റിന്റെ ഉദ്ഘാടനം ആക്സ് പറപ്പൂർ യൂണിറ്റ് പ്രസിഡന്റും പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. ആക്സ് പറപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് AV കറുപ്പക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് അംഗങ്ങളായ അനില ബിജു, ചാന്ദിനി സുധീർ എന്നിവർ മെമ്പർഷിപ്പ് കാർഡ് വിതരണം ചെയ്തു. യൂണിറ്റ് കൺവീനർ ജോൺസൺ എലവത്തിങ്കൽ, തോളൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് VK രഘുനാഥൻ, ബ്രാഞ്ച് മാനേജർ CM പ്രദീപ്, ബ്രാഞ്ച് കൺവീനർ KK ഫ്രാൻസിസ്, ട്രഷറർ ജിൻജോ തോമസ്, സെക്രട്ടറി KK വാസു തുടങ്ങിയവർ സംസാരിച്ചു. 26 വർഷങ്ങൾക്ക് മുൻപ് തൃശൂർ കേന്ദ്രീകരിച്ച് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന അൽകേഷ് കുമാർ ശർമ്മയും അന്തരിച്ച ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടും ചേർന്നാണ് ആക്സ് പ്രസ്ഥാനത്തിന് രൂപം നൽകിയത്. തൃശൂർ ജില്ലയിൽ നിലവിൽ 17ഓളം ബ്രാഞ്ചുകളിലായി 250-ൽ പരം ആക്സിന്റെ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു. 4 നൂറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തനത്തിനിടെ ആയിരക്കണക്കിന് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആക്സ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കുക എന്നതാണ് ആക്സ് പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യം. ഇന്നത്തെ സ്വർണ്ണനിരക്ക്
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ. നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറ്റും. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും 8 ഘടക ക്ഷേത്രങ്ങളിലും കൊടിയേറും. കൊടിയേറ്റം TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. വയനാട്ടിൽ ദുരന്തബാധിതർക്കുള്ള വീട്ടിൽ വിള്ളൽ കണ്ടെത്തിയെന്ന വിവാദത്തിൽ മന്ത്രി കെ രാജനെതിരെ ചാണ്ടി ഉമ്മൻ. കെട്ടിട നിർമ്മാണത്തിന് തൃശൂർക്കാരനായ പണിക്കാരനെ മന്ത്രിയുടെ രൂപത്തിൽ കിട്ടിയെന്ന പരിഹാസം. കൊടകര കടമ്പോട് ഉറക്കത്തിനിടെ പാമ്പ് കടിയേറ്റ് സഹോദരങ്ങളിൽ ഒരാൾ മരിച്ചു. 7 വയസ്സുകാരൻ ആൽജോയാണ് മരിച്ചത്. സഹോദരൻ അനോഷിന്റെ നില ഗുരുതരം. മലക്കപ്പാറയിൽ വയോധികയെ പുലി ആക്രമിച്ചു കൊലപ്പെടുത്തി. 76 വയസ്സുള്ള ഇന്നാശ്രീ അമ്മാളാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം പുലി ഭക്ഷിച്ച നിലയിൽ. ദേശീയപാത ചാലക്കുടിയിലെ പാലം അടച്ചതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷം. പാലത്തിന്റെ ബാരിങ്ങുകൾ മാറ്റുന്ന നടപടികൾ തുടരുന്നു. വടക്കാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി തൂണിലിടിച്ച് ഡ്രൈവർ മരിച്ചു. ചേപ്പലക്കൂട് സ്വദേശി ബെന്നിയാണ് മരിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.